ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു SSS916. സോ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ജിനൂസിൻ്റെ ആ ഒരു കുഞ്ഞിനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇപ്പോൾ നേഹ ചേച്ചി ആണെങ്കിലും ഷിജി ചേച്ചി ആണെങ്കിലും എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ 4 മാസമായി എൻ്റെ കുഞ്ഞിനെ വളരെ മോശപ്പെട്ട രീതിയിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്ന ഒരുത്തനാണ് ഈ ജയദേവൻ എന്ന ചെറ്റ. അവനാണ് ഇന്ന് ജിനൂസിൻ്റെ ചാനലിൽ കയറിയിരുന്ന് വീണ്ടും അവൻ എന്നെ വേശ്യെന്ന് വിളിച്ചു. ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. നീ എന്ത് പുണ്ണാക്കോ വിളി, നിൻ്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ട്, നിൻ്റെ ഭാര്യ അങ്ങനെ ആയതുകൊണ്ടും നിനക്ക് കാണുന്ന എല്ലാ സ്ത്രീകളെ അങ്ങനെ തോന്നത്തുള്ളൂ. പിന്നെ അത് കേട്ട് ചിരിക്കുന്നവൻ്റെ പൊണ്ടാട്ടിയും വിദേശത്ത് ഇപ്പോൾ അതേ തൊഴിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവനും കുഴപ്പമില്ല. ഒരു ചാനലിൽ നമ്മളൊരു മോഡറേറ്റർ എന്ന് പറയുന്നത് വിച്ച് മീൻസ് യു ആർ ദ ജഡ്ജ് ഓഫ് യുവർ ചാനൽ. സോ വാദിക്കും പ്രതിക്കും ഒരുപോലെ അവകാശമുണ്ട് അവരുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ. നീ ഒരുത്തന്നെ വിളിച്ചിരുത്തി റോബിൻ്റെ പേര് വെച്ച്, അന്ന് നീ ആമിയുടെ പേര് വെച്ച് എൻ്റെ കാര്യം പറഞ്ഞു, ഇന്ന് റോബിൻ്റെ പേര് വെച്ച് എൻ്റെ കാര്യം പറഞ്ഞു. നിനക്ക് എൻ്റെ പേര് വയ്ക്കേണ്ട നട്ടല് പോലും ഇല്ലാത്തവനാണ് നീ, നട്ടല് പോലും ഇല്ലാത്തവനാണ് നീ. എന്നിട്ട് നീ അവനെ വിളിച്ചിരുത്തി നീ ഒരു ജഡ്ജായിട്ടിരിക്കുമ്പോൾ അവിടെ അതേ ആ സ്പോട്ടിൽ ഞാൻ വന്ന് കമൻ്റ് ഇടുന്നു. എനിക്ക് പറയേണ്ടത് പറയണം. നീ സമ്മതിച്ചോ? ഇല്ല. നിൻ്റെ നട്ടല് നീ കണ്ട മരപ്പാഴുകൾക്ക് പണയം വെച്ച് ഒരു കോമാളിയായി ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് നീ അവിടെ ഇരുന്നു പൊട്ടനെ പോലെ. എന്നിട്ട് നീ എന്നെ വേശെന്ന് വിളിച്ചൊക്കെ ഞാൻ മറക്കാം. പക്ഷെ എൻ്റെ കുഞ്ഞിനെ നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ നീ ആ ലൈവ് എടുത്ത് തിരിച്ചു നോക്കുക. അവിടെ നിൻ്റെ ഒരു ചിരിയുണ്ട്. അത് ഞാൻ സഹിക്കണോ? എടാ, നിൻ്റെ ഭാര്യ നിൻ്റെ മോളെ ഏത് സാധനത്തിൽ കൂടെ പ്രസവിച്ചോ, അവിടെ നൊന്ത് അവൾ പ്രസവിച്ചോ, അതേ ഇടം നൊന്ത് പ്രസവിച്ചവളാ ഞാനും. അപ്പം എനിക്ക് നല്ലതുപോലെ നോക്കും. അവളുടെ വേദന തന്നെയാണ് ഞാനും അനുഭവിച്ചത്. അവളുടെ മുമ്പിൽ വെച്ച് അവളുടെ കുഞ്ഞ് നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അവൾ ക്ഷമിക്കോ? അവൾ സഹിക്കോ? അതേ വേദന എനിക്കുണ്ടായത്. അപ്പോൾ അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് നീ അവിടെ അത് വിലക്കുക പോലും ചെയ്തില്ല. നീ വിലക്കാമായിരുന്നു. എടാ, അവളെ നീ എന്തേലും പറ, അവളുടെ കുഞ്ഞിനെവിടെ നീ വിലയ്ക്കോ? നിന്റെ മകളെ ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ആ കുഞ്ഞുങ്ങളുടെ തലയിലടിച്ച് നീ ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് സത്യം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും ഫൈറ്റ് നടന്നിട്ട്. അപ്പം നീ നിന്റെ ചാനലിൽ കയറുന്ന എൻ്റെ മോളെ പറയുമ്പോൾ അത് പറയരുത് എന്ന് പറയാനുള്ള നട്ടല് പോലും നീ കാണിച്ചില്ല. അപ്പം പിന്നെ നിൻ്റെ മകളെ അങ്ങനെ, അപ്പം പിന്നെ ആ സമയത്ത് അത് കേട്ടോണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. എനിക്ക് നൊന്തു, എനിക്ക് കൊണ്ടു, എനിക്ക് വിറഞ്ഞു കയറി, ദേഷ്യം കയറി. നിൻ്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചു പറഞ്ഞു. പക്ഷെ ആ പറയുന്ന സമയത്ത് എനിക്കുള്ളിലൊരു നോവുണ്ട്. കാരണം ഞാനൊരു പെങ്കൊച്ചിൻ്റെ അമ്മയാണ്, ഞാനൊരു പെണ്ണാണ്. നിനക്ക് ഓർമ്മയുണ്ടാവും, നിൻ്റെ മകളെ ഒറ്റ വാക്ക് മൈഥിലി ടീച്ചർ പറഞ്ഞ എൻ്റെ പേരിലാണ് 2 ദിവസം നീ കയറിയിരുന്ന് അവരെ ചീത്ത വിളിച്ചതല്ലേ? അപ്പം നിനക്ക് മാത്രമേ ഉള്ളൂ പിതൃത്വം, നിന്റെ പൊണ്ടാട്ടിക്ക് മാത്രമേ ഉള്ളൂ മാതൃത്വം. എനിക്കില്ലേ? നിന്റെ ഭാര്യ അഴിഞ്ഞാടാൻ വിദേശത്ത് വിട്ടിട്ട് നീ ഇവിടെ നാട്ടിൽ സുഖിച്ച് കണ്ടോമാരുടെ നെഞ്ചത്ത് കയറി ജീവിക്കുന്ന നിനക്ക് അങ്ങനെ ജീവിക്കുന്ന ആ പണത്തിൽ നിന്റെ മക്കളെ വളർത്തുന്ന നിനക്ക് ഇത്ര നോവുണ്ടെങ്കിൽ, അടുപ്പിൻ്റെയും ചട്ടിയുടെയും ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ട് കാരിരുമ്പാക്കി അധ്വാനിച്ച് ജീവിക്കുന്ന എനിക്ക്, എൻ്റെ മകളെ വളർത്തുന്ന എനിക്ക് അതിനേക്കാൾ പൊള്ളുവടാ. അതിൻ്റെ മറുപടിയാണ് നിൻ്റെ മകൾക്ക് ഞാൻ തന്നത്. പിന്നെ ഇനി ആ കുഞ്ഞിനോട് എൻ്റെ പ്രേക്ഷകരെ മാനിച്ച്, എൻ്റെ മനസ്സാക്ഷിയെ മാനിച്ച്, എൻ്റെ മനസ്സാക്ഷിക്കെതിരെ ഒരു കാര്യവും ചെയ്യുന്നവളല്ല ഞാൻ. അതിനെ മാനിച്ചുകൊണ്ട് എൻ്റെ പൊന്നു മോളെ, ഐ എം റിയലി സോറി. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ഈ മാപ്പ് പറയണേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ വളരുമ്പോൾ എങ്കിലും നിൻ്റെ അച്ഛന് പറഞ്ഞു കൊടുക്കണം മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ഒക്കെ വില. ഒരമ്മയ്ക്ക് അവരുടെ മക്കളെ പറയുമ്പോഴുള്ള വേദനയുടെ വില, അവരുടെ കണ്ണീരിൻ്റെ വില പറഞ്ഞു കൊടുക്കണം. ഇത്തരം ഒരു ചെറ്റയുടെ മക്കളായിപ്പോയല്ലോ നിങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ നോവുണ്ട് മക്കളെ, ഉള്ളിൽ നോവുണ്ട്. ന്യായത്തോടൊപ്പം നിൽക്കാൻ കഴിയണം. അത് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ന്യായം പറയുന്നവരെ അറ്റ്ലീസ്റ്റ് കേൾക്കാൻ കഴിയണം. ഇത് രണ്ടിനും കഴിയാത്തവൻ മനുഷ്യനല്ല. പണത്തിന് വേണ്ടി ആരെയും കയറ്റിയിരുത്തി ആരെയും എന്ത് അവിഹിതവും എന്ത് തെണ്ടിത്തരവും പറയുന്നവനാണ് നീ എന്ന് ഞാനൊരു ട്രോള് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സത്യമല്ലേ? ഇപ്പോൾ നിൻ്റെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടി, നിൻ്റെ ചാനലിലെ കണ്ടന്റിന് വേണ്ടി ഏതോ എവിടെയോ കിടക്കുന്ന ഒരു ചെറ്റയെ നിനക്ക് സത്യം അറിഞ്ഞിരുന്നിട്ട് പോലും ആ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് കള്ളം പറയാൻ വിളിച്ചിരുത്തി നിനക്ക് എന്ത് നിലപാടുണ്ട്? അതെന്തോ ആയിക്കോട്ടെ. സോ ആ മുത്തുമണിയോട്, ആ മോളോട് റിയലി സോറി പൊന്നു മോളെ. എനിക്കും ഒരു പെൺകുഞ്ഞാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ എന്നോട് ഈ ഒരു മാപ്പ് പറയണേ. നിന്നോട് മാത്രം. നിൻ്റെ തന്തയോട് ഞാൻ പറയത്തില്ല. അവനൊരു അച്ഛൻ എന്നുള്ള വാക്കിന് അവൻ യോഗ്യനുമല്ല, അനുയോജ്യമായിട്ടുള്ള പ്രവൃത്തിയുമല്ല അവനിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിന്നോട് മാത്രമാണ്. റിയലി സോറി. കാരണം ഞാൻ തെറ്റിയത് നിന്നോട്.
അതെനിക്ക് തിരുത്തണം, അത്രയേ ഉള്ളൂ. അതുപോലെ എൻ്റെ പ്രേക്ഷകരോട് ആ ഒരു നിമിഷത്തിൽ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എത്ര കഷ്ടം, എനിക്ക് ഒറ്റ കൊച്ചേ ഉള്ളൂ, എൻ്റെ ചങ്കാണ് അവൾ. ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കുഞ്ഞിനെ പറയുമ്പോൾ എനിക്ക് നോവും ചേച്ചി, നോവും. പ്രത്യേകിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുക പറയുമ്പോൾ, ഞാൻ ഇല്ലാത്തപ്പോഴാണ് കേട്ടോണ്ടിരിക്കുക. ബട്ട് ഞാനത് അവിടെ ലൈവിൽ നിൽക്കുക ചേച്ചി, ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പം എനിക്ക് പൊള്ളും. അതിപ്പോൾ ആലോചിച്ചാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ കണ്ണു മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ, അതിന് അവസരം കൊടുത്തവനും അത് പറഞ്ഞവനും എൻ്റെ കണ്ണു മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ചെരുപ്പൂരി സനു അടിക്കുമായിരുന്നു. അതിൻ്റെ പേരിൽ എന്താ കേസ് വന്നാലും സനു നോക്കും. അങ്ങനെ പേടിയുള്ള ഒരുത്തിയല്ല സനു. കളിക്കാവളയിൽ വന്ന് അന്വേഷിച്ചൊക്കെ അറിയാം. ഒരു പെണ്ണിനെ മോശം അവിടെ ആരെങ്കിലും ഒരുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കാതികയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയും കൊടുത്തിട്ട് വരുന്നവളാണ് ഞാൻ, വരുന്നവളാ. ആ നിങ്ങളാ 15 വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞു നീ കരയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിനൂസേ. അത് നീ കരയും ഉറപ്പാണ്. എൻ്റെ മോളെ പറഞ്ഞതിന് എൻ്റെ കണ്ണിൽ ഒരു പൊടി കണ്ണീർ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണിൽ ഇതിനേക്കാൾ കൂടുതൽ വരും. 1-2 ദിവസമല്ല, നീ എണ്ണി വെച്ചോ. മറ്റോമാർക്ക് കൊടുത്ത അതേ കാലാവധി തന്നെ നിനക്കും. നീ എണ്ണി വെച്ചോ, എഴുതി വെച്ചോ. ഓക്കെ, സോ അതൊക്കെ പോട്ടെ ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ പ്രേക്ഷകരെ ഞാൻ മാനിക്കുന്നു. ഐ എം റിയലി സോറി. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം വരാൻ പാടില്ല. പക്ഷേ നിങ്ങളും മനസ്സിലാക്കണം, ഞാനൊരു അമ്മയാണ്. ഒരുപാട് നോവുകളുള്ള, ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന, ആരെയും മോഷ്ടിച്ചിട്ടല്ല, ആരെയും ചതിച്ചിട്ടല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത്, ചതിച്ചിട്ടല്ല. പിന്നെ ഒരു പൈസയുടെ കണക്ക് അവിടെ ഒരുത്തം പറഞ്ഞല്ലോ, ഞാൻ 40,000 കൊടുക്കണമെന്ന്. നിങ്ങളെല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ആർക്കെങ്കിലും അവൻ 40,000 തന്ന തെളിവ് തരട്ടെ. അവൻ നാക്ക് നീട്ടി പറഞ്ഞാൽ പോരാ, തെളിവ് വേണം. ഞാൻ വാങ്ങിയിട്ടുണ്ടോ, ഞാൻ വാങ്ങിയിട്ടുള്ള ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് ബ്ലഡിൻ്റെ കുറവായി, എനിക്കൊരു 2 മാസത്തോളം കടയടച്ചിടേണ്ട സമയം വന്നപ്പോൾ എനിക്കൊരു ഹോട്ടലാണ് അന്നന്ന് കൊട്ടി തിന്നുന്നവർക്കാണ്. എൻ്റെ പഴയ പ്രേക്ഷകർക്ക് എല്ലാം ഇതറിയാം. പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ഈ കഥ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ആ ഒരു ഹോട്ടലിൽ എനിക്ക് അടയ്ക്കേണ്ട ഒരു തോന്നുന്നു. എനിക്ക് നിൽക്കാനൊന്നും വയ്യായിരുന്നു. തല ചുറ്റി വീഴും, റോഡിലൊക്കെ തല ചുറ്റി വീണു. അങ്ങനെ അപ്പോൾ ആയപ്പോഴത്തേക്കും അവസാനം ഇവന് അതിന് മുമ്പ് തന്നെ ഇവരുടെ കൂടെ റിജി നിർത്തിയുണ്ട്. അവളെ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് അവൻ്റെ ജിനൂസിൻ്റെ ലൈവിൽ കയറി ആ ജയദേവൻ എന്ന ചെറ്റയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഇത് വന്നാൽ അവളെ സഹായിക്കണം, അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന വീടല്ലടോ അന്ന് എനിക്കൊരു ആട്ടിൻതോട്ടത്തിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരുത്തിയാണ് ഞാൻ. എൻ്റെ ആടുകളും എൻ്റെ മോളും ഇതൊക്കെയാണ് എൻ്റെ ലോകം, എൻ്റെ കോഴികളും ഒക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്ന സമയത്താണ് എനിക്കിങ്ങനെ വയ്യാതെ ആവുന്നതും എൻ്റെ ഹോട്ടലിൽ പോകാൻ പറ്റാത്താവുന്നതും. അപ്പോൾ ഈ തമ്പുരാൻ, ഈ പറയുന്ന ജയദേവൻ എന്ന് പറയുന്നവൻ, ഇവൻ ഈ റിജി അവനെ വിളിച്ചിട്ട് പറയുന്നത് എന്നതുപോലെ അവളെ സഹായിക്കണം, അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. എന്നിട്ട് ഇവൾ ഇത് എന്നോട് പറഞ്ഞു, എന്നതുപോലെ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു, എനിക്ക് ആരുടെ സഹായം വേണ്ട, അത് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനും എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സപ്പോർട്ടും വേണ്ടാന്ന് പറഞ്ഞു. ആ സത്യം എൻ്റെ മനസ്സാക്ഷിക്ക് ഞാൻ ആരോട് സോഷ്യൽ മീഡിയയിൽ ആ സമയം വരെ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അത് കഴിയുമ്പോഴാണ് എനിക്ക് വയ്യാതെ ആകുന്നതും. അപ്പോൾ ഞാനിതുപോലെ ഇവൻ എന്നോട്, അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ഗ്യാങ് വാർ തുടങ്ങിയിട്ടുണ്ട്. പവറൊക്കെ ഒരു സൈഡ്, ഞാൻ ഇവന് ഷമീർ എന്ന് പറയുന്ന വ്യക്തികൾ ഒരു സൈഡ്, അങ്ങനെ. അപ്പോൾ ഇവ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി ഇവർക്കൊക്കെ വേണ്ടി വീഡിയോ ചെയ്യും. എനിക്ക് ഇവരാണ് ശരിയെന്ന് തോന്നി, ഈ പറയുന്ന ജയദേവനും ഈ ഷമീറും ഒക്കെ ശരിയെന്ന് തോന്നി ഇവർക്കൊക്കെ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അപ്പോഴും ഞാൻ റോബിൻ സപ്പോർട്ടറാണ്, റോബിനെ എതിർത്ത് ഞാനൊരു വീഡിയോ അപ്പോൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ ആ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഇതുകൊണ്ടായിരിക്കാം എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ ഇവൻ എനിക്ക് സനു അക്കൗണ്ട് നമ്പർ അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെയും പുള്ളിക്കാരൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചു. 4,000 രൂപ എനിക്ക് അയച്ചു വിടുന്നു. 4,000 രൂപ അയച്ചു വിട്ടിട്ട് ഞാൻ പറഞ്ഞു തമ്പുരാൻ ഇതെന്നെങ്കിലും ഞാൻ തിരിച്ചു തരാം. ഇവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും എന്താ പറയുക, ഇവ ഒരു കേസിൻ്റെ കാര്യത്തിന് അന്ന് ഈ വിജയരാജ് ഇവന് ശത്രുക്കളാണ്, ഈ ജയദേവനും. അപ്പോൾ വിജയരാജിനെതിരെ ഒരു കേസിന് വേണ്ടി ഇവൻ 4,500 രൂപ വക്കീലിനെന്ന് പറഞ്ഞ് അയച്ചിരുന്നു. അങ്ങനെ വക്കീലിനെന്ന് പറഞ്ഞ് അയച്ചു തന്നു. കേസിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി ടൈപ്പെല്ലാം കൊടുത്ത് അതിൻ്റെ പ്രിൻ്റെല്ലാം എടുത്തതിന് ശേഷം എല്ലാം സെറ്റിലാക്കി നമ്മൾ ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറയുക, അത് നിങ്ങൾ ആലോചിച്ചോളാം, ഹൈക്കോടതിയിലെ വക്കീലാണ് എൻ്റെ അനിയൻ, അവൻ 1 ലക്ഷം രൂപയോളം വാങ്ങുന്നതാണ് ഒരു കേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറയും അത് തമിഴ്നാട്ടിലെ വക്കീലല്ലേ, നമ്മൾ കേരളത്തിലെ വക്കീലിന് കൊടുക്കാം. അപ്പോൾ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞേടാ ഞാൻ ഇങ്ങനെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല, പക്ഷെ നീ ആയതുകൊണ്ട് ഞാൻ ടൈപ്പിസ്റ്റിനും അതിനും ഇതിനും ഒക്കെ സ്പെൻഡായ പൈസ പോയിട്ട് ബാക്കി 2,000 നിനക്ക് അയച്ചിടാം. അങ്ങനെ 2,000 ഇവൻ അയച്ചിടുന്നു. 2,000 ഞാൻ എടുത്ത് എന്ത് ചെയ്യുന്നു, ഇവൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തതുപോലെ വക്കീൽ 2,000 അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അക്കൗണ്ട് നമ്പർ ഇട്ടുതാ, ഞാൻ ഏതെങ്കിലും നാട്ടിലെ അക്കൗണ്ട് നമ്പർ ഇട്ടുതാ, ഞാൻ ഇട്ട് തരാം. ഇവൻ ഓസ്ട്രേലിയയിലാണല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞു സനുവിൻ്റെ കയ്യിൽ ആ പൈസ ഇരിക്കട്ടെ, സനു ഞാൻ അത്യാവശ്യം ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സനു എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതും കൂടി ഈ പൈസയും കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത എൻ്റെ മകളുടെ സെപ്റ്റംബർ മാസത്തെ എൻ്റെ മകളുടെ പിറന്നാളിന്
ഞാൻ പോയിട്ട് ഈ 2000 രൂപയുടെ കൂടെ 143 രൂപ കൂടെ എൻ്റെ കയ്യിൽ നിന്നിട്ട് 2143 രൂപയ്ക്ക് ഈ ചെറ്റയുടെ പേരിൽ ഞാൻ തിരുവട്ടാറ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചാരിറ്റിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവൻ്റെ പേരിൽ കാര്യങ്ങൾ. നമുക്കവിടെ റെസീറ്റ് ഒന്നും കിട്ടത്തില്ല, നമ്മൾ വാങ്ങിയാണ് കൊണ്ട് സാധനങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുമുണ്ട്. അത് കഴിഞ്ഞു. അപ്പോൾ ഈ 2000 പോയി. അപ്പോൾ ഇനി തന്ന 4000. പിന്നെ സെബാൻ്റെ ഇഷ്യൂ, അത് ഇഷ്യൂ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ സെബാൻ്റെ ഇഷ്യൂവിൽ എനിക്ക് കേസിന് പോകാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തപ്പോൾ അത് ഞാൻ ഇവനോട് ചോദിച്ചിട്ട് തന്നെ ഇവൻ 3000 ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യം തന്നത് ഇവൻ, ഞാൻ ചോദിച്ചിട്ടല്ല, ഇവനായിട്ട് ചെയ്തിട്ട് ഇവൻ പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ്, നിങ്ങൾ ഓർമ്മിച്ചോളണം, തിരിച്ചു കൊടുക്കേണ്ടതാണ്. സെബാൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ച പൈസയാണ് 3000. ഞാൻ ചോദിച്ചെന്ന് ഞാൻ ചങ്കൂറ്റത്തോടെ പറയും, ചങ്കൂറ്റത്തോടെ 3000 ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ജനുവരി മാസം, ഇപ്പം കഴിഞ്ഞ ജനുവരിയിൽ ഒരു ആവശ്യം വരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ഇവനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവൻ തന്നെ അത് ഞങ്ങൾ ഒരിക്കൽ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അല്ല ഞാൻ ഇവനോട് ഒരു സപ്പോർട്ടും ചോദിച്ചില്ല. ഇവൻ തന്നെ അപ്പോൾ പറഞ്ഞു, അയ്യോ ഇതൊന്നും നമ്മുടെ അടുത്ത് പറയാത്തെന്താ, അയ്യോ ഇത് നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ, നല്ലവനാണ് കേട്ടോ, എന്ത് മനുഷ്യരാ, അയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, ഇതെല്ലാം ഒളിച്ചു വയ്ക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇവൻ തന്നെ ഓടിപ്പോയി വൈകിട്ടായപ്പോഴത്തേക്ക് 10,000 ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അന്ന് വൈകിട്ട് വീണ്ടും 10,000 ഇടുന്നു, ഗിഫ്റ്റ് ആയിട്ടിട്ടതാണ്, ഓർമ്മിച്ചുകൊണ്ടും. അപ്പോൾ എത്രയായി? 17,000 രൂപയായി. 17,000 രൂപയായി. പിന്നീട് ഇവൻ വീണ്ടും ഫെബ്രുവരിയിൽ തീർച്ചയായിട്ടും ഞാനാണ് ചോദിച്ചത്. എൻ്റെ വീട്ടിൽ ഇതുപോലെ എൻ്റെ വീട് പാലുകാച്ചിൻ്റെ തലേനാൾ എൻ്റെ ചിട്ടിക്കാരൻ ജനുവരി മാസം 27-ാം തീയതി എൻ്റെ ചിട്ടിക്കാരൻ എന്നെ പറ്റിക്കുന്ന സമയത്ത് ഞാൻ ഇവനോട് 10,000 രൂപ കടം ചോദിക്കുന്നു. അത് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ടോട്ടലി ഒരു 3000-ഉം ഒരു 10,000-ഉമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിക്കുന്നു, ഇവ എനിക്ക് ചെയ്തു. പക്ഷേ ഇവൻ പിന്നീട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ജിനൂസിനെ വിളിച്ചിട്ട് ഞാൻ ജിനൂസിനോടും പറയുന്നു, ഇവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ, തമ്പുര ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ തമ്പുര ഫോൺ എടുക്കില്ല, എനിക്ക് പേടിയാകുന്നു, നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, തമ്പുര തന്നാൽ ഉടനെ തന്നെ ഈ പൈസ നിനക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മാസത്തെ 10-15 ദിവസത്തെ സമയം എന്താ, അതിനകത്ത് ചിട്ടിക്കാരൻ എനിക്ക് തിരിച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസ വാങ്ങി ഞാൻ നിനക്ക് തിരിച്ചു തരാമെന്ന് ജിനൂസിനോട് ഞാൻ പറയുന്നു. അപ്പോൾ ജിനൂസ് എന്നോട് പറഞ്ഞു, അവൻ്റെ ഭാര്യ അപ്പോഴാണ് ജോലിക്ക് പോകുന്നത്, അതുകൊണ്ട് പറ്റത്തില്ല, ഒരു കുറച്ച് പൈസ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ അത്രയും വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും ഈ പറയുന്ന ജയദേവൻ തന്നെ എനിക്ക് കോൺടാക്ട് ചെയ്ത് എനിക്ക് പൈസ ഇട്ട് നമ്മൾ ഇട്ടില്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, സത്യം. അപ്പോൾ ഇത്രയും പൈസയാണ് നിങ്ങൾ ആലോചിക്കുക. ഈ 27,000 രൂപയാണ് ഇവൻ എനിക്ക് ഇട്ടിട്ടുള്ള പൈസ. 27,000 രൂപ, 4,500 വക്കീലിന് കൊടുത്തതിൻ്റെ പൈസ ഞാൻ കണക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഈ 27,000 രൂപയിൽ 14,000 രൂപ ഇവൻ എനിക്ക് ഗിഫ്റ്റായിട്ട് ഇട്ടതാണ്. പിന്നെ 13,000 രൂപയാണ് ഇവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച് കടമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവൻ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, ജയദേവ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് 30,000 രൂപയുടെ തിരിച്ചു തരാം, 27,000 രൂപ കൊടുക്കാനുള്ള ഞാൻ 30,000 രൂപയുടെ തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറയുന്നു. അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇഷ്യൂസൊക്കെ വരുന്നതും. ഇവനും നിങ്ങൾ ആലോചിച്ചോളണം, അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്ന നയൻ വിഷൻ, പിന്നെ ജോയ് ക്രിയേഷൻ, ഇത് രണ്ടും ഒരാളാണ്. പിന്നെ ഒരു ശിക്കാരി ശംഭു അന്നുണ്ടായിരുന്ന, പിന്നെ ഒരു മഹേഷ് പൂജാരി, ഇങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ മോളെ കൂടെ കിടന്നിട്ടുണ്ട്. 15 വയസ്സുള്ള എൻ്റെ മോള് പിഴച്ചു, ഇവൻ പിഴപ്പിച്ചു. 45 വയസ്സുള്ളവർത്തേന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവനാണ്, ഇവൻ പിഴപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിറ്റി പോസ്റ്റ് സ്ഥിരം ഇവൻ്റെ ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ മകളെയാണ്, നിങ്ങൾ പൈസ കൊടുക്കാനുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങളുടെ മകളെ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ആ പൈസ പിന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? ഇവൻ്റെ പേരിൽ ഞാൻ കൊണ്ടുപോയി ഒരു ഡിഫൈമേഷൻ കേസ് കൊടുത്താൽ ഇവൻ എനിക്ക് ലക്ഷങ്ങൾ നഷ്ടപരിഹാരം തരേണ്ടി വരും. ഇന്നും ജിനൂസിൻ്റെ ലൈവ് എനിക്ക് എവിഡൻസാണ് ഇവൻ എന്നെ വേശ്യയെന്ന് വിളിക്കുന്നത്, ട്രിപ്പിൾഎസ് എന്ന് പറയുന്നവള്, മനസ്സിലായോ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തെളിവാണ്, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടൊരു കേസ് കൊടുത്താൽ ഇവൻ നഷ്ടപരിഹാരം എനിക്ക് തരേണ്ടി വരും, മനസ്സിലായോ? അപ്പം ഞാൻ ആ പൈസ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഇനിയോട്ട് കൊടുക്കാനും പോണില്ല. നീ ഇനി എന്നെ എത്ര പറഞ്ഞാലും തരാനും ഞാൻ പോണില്ല. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ നീ 40,000-ൻ്റെ എവിഡൻസ് നീ ആണാണെങ്കിൽ കാണിക്കടാ, ചെറ്റ ജയദേവ, വെല്ലുവിളിയാണ്, കാണിക്കും. നീ ആണാണെങ്കിൽ 40,000 കണക്ക് നീ എൻ്റെ പേര് അയച്ചത് നീ കാണിക്കണം. നീ നിൻ്റെയൊക്കെ നോണ. സനു വാങ്ങിയിട്ടില്ല, നിന്ന് ഈ നിമിഷം വരെ സനു പറഞ്ഞിട്ടില്ല, സനു പറയത്തുമില്ല. നിന്നെപ്പോലെ നീ ഒരു കല്യാണ വീട്ടിൽ ഗിഫ്റ്റ് കൊടുത്താൽ പിറ്റേന്നാൾ പോയി നിന്റെ ഗിഫ്റ്റ് പൈസ തിരിച്ച് തരണമെന്ന് ചോദിക്കുന്ന ചെറ്റയാണെന്ന്, നീ എനിക്ക് തിരിച്ച് തരണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് ചോദിക്കാതെ നീ ഗിഫ്റ്റായിട്ട് അയച്ച പൈസ വരെ തിരിച്ചു തന്നാണ്. അന്ന് ഇതേ ജിനൂസ് എന്ന് പറയുന്നവൻ, അവൻ്റെ വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, ഇതേ ജിനൂസ് എന്ന് പറയുന്ന നാറി എൻ്റെ വാട്സപ്പിൽ വന്നിട്ട മെസ്സേജാണ്, സനു ഗിഫ്റ്റ് തന്ന പൈസ തിരിച്ചു കൊടുക്കണ്ട, സനു മറ്റേ പൈസ മാത്രം കൊടുത്താൽ മതി. ഇതേ ജിനൂസ് എന്ന് പറയുന്ന നാറി, നിനക്ക് വേണോടാ ജിനൂസ് നീ ഇട്ട വോയിസ് റെക്കോർഡ്? എൻ്റെ ഫോണിൽ, ഇപ്പോഴത്തെ ഫോണിലെ എല്ലാം ഫോർമാറ്റ് ആയിട്ടുള്ളൂ, പഴയ ഫോണിൽ ഇപ്പോഴും ഉണ്ടെല്ലാം. വേണോ നിനക്ക്? ഞാൻ എടുത്തേരാടാ.
ന്യൂസ് എന്നോട് പറഞ്ഞതാ, നീ ഗിഫ്റ്റ് തന്ന പൈസ 14,000 രൂപ നീ കൊടുക്കണ്ട, 13,000 മാത്രം കൊടുത്താൽ മതി. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു, ഒരു പൈസയും ഞാൻ തരത്തില്ല. നീ ഏത് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കും. നിന്റെ ആദ്യം തൊട്ടുള്ള ലൈവുകളും നിന്റെ സകല കമ്മ്യൂണിറ്റി പോസ്റ്റ് എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ കൊണ്ടുവരാം കോടതിയിൽ. കോടതി പറയട്ടെ, ഞാൻ നിനക്ക് നീ എനിക്ക് നഷ്ടപരിഹാരം തരണോ, അതോ എന്നെ നീ വേശി എന്ന് വിളിക്കുന്നത് ഉൾപ്പെടെ നിന്റെ താഴെയുള്ള എല്ലാവരുടെ കമൻറ്റും എൻ്റെ കയ്യിൽ ഇന്ന് വരേണ്ടാ. അപ്പം ഞാൻ അതിന് നഷ്ടപരിഹാരം നീ എനിക്ക് തരേണ്ടി വരുമോ? ഇല്ല. ഈ പൈസ അത് കോടതി എന്നോട് തിരിച്ചു തരാൻ പറയുമ്പോൾ നമുക്ക് കാണാം നിയമത്തിൻ്റെ വഴിക്ക്. നീ ആണാണെങ്കിൽ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് സാനു ഫ്രം SSS916.